ബെവർലി ഹിൽസ് കോപ്പ് ആക്സിൽ എഫ് ഈ ഒരു ഫ്രാഞ്ചൈസിയിലെ നാലാമത്തതും അവസാനത്തതുമായ സിനിമയാണ് ഈ ഒരു ബെവർലി ഹിൽസ് എന്ന് പറയുന്ന സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഫ്രാഞ്ചൈസി എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 40 വർഷങ്ങൾക്ക് മുമ്പെയാണ് ഈ ഒരു സിനിമയുടെ ആദ്യത്തെ സിനിമ വന്നിട്ടുള്ളത്. ബെവർലി ഹിൽസ് 1 എന്ന് പറയുന്ന സിനിമ 1984 ആ ഒരു സിനിമ വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഏകദേശം 40 വർഷമായി ഇതിൻ്റെ നാലാമത്തെ ഭാഗം വരാനായിട്ട്. നെറ്റ്ഫ്ലിക്സിലാണ് സിനിമ സ്ട്രീം ചെയ്തിട്ടുള്ളത്. നെറ്റ്ഫ്ലിക്സ് പ്രൊഡക്ഷനാണ്. ഒരു കോമഡി ആക്ഷൻ സിനിമ, നമ്മൾ ബാഡ് ബോയ്സ് ഒക്കെ പറയില്ല, അതേപോലെ തന്നെ ഒരു ബ്ലാക്ക് കോപ്പ്, അങ്ങനെ ആക്ഷൻ കോമഡി ആ ഒരു ജോണറിൽ പോകുന്നൊരു സിനിമയാണ്. ഇതിൻ്റെ ഫസ്റ്റ് സിനിമ തൊട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു ക്യാരക്ടറിനുള്ള ഒരു എവല്യൂഷൻ, അപ്പോൾ അതിനൊരു എൻഡിങ് കൊടുക്കാനായിട്ടുള്ള ഒരു സിനിമ എന്ന് വേണമെങ്കിൽ ഈ ഒരു സിനിമയെ പറയാം. അപ്പം ക്യാരക്ടർ ഭയങ്കരമായിട്ട് പ്രായമായിട്ടുണ്ട്, അതായത് ഒരു റിട്ടയർമെൻറ്റ് സ്റ്റേജിലേക്ക് ആവാറായൊരു പോലീസുകാരൻ, പക്ഷേ ഇപ്പോഴും സ്റ്റിൽ ആ ഒരു ഫീൽഡിൽ ബാഡ് ബോയ്സിലെ ആ ഒരു ക്യാരക്ടറിനെ പോലെ തന്നെയാണ്, വിൽ സ്മിത്തിൻ്റെ ഒരു ക്യാരക്ടറിനെ പോലെ തോന്നിപ്പിച്ചൊരു ക്യാരക്ടറാണിത്. അപ്പം ആ ഒരു ക്യാരക്ടർ ഇപ്പം ഡിട്രോയിറ്റിൽ വർക്ക് ചെയ്യുന്നു. അവിടുന്ന് ഒരാവശ്യത്തിന് വേണ്ടി, അതായത് ജെയിൻ എന്ന് പറയുന്ന മകളുണ്ട്, ആ ഒരു മകളുമായിട്ട് കണക്ഷനൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് മകൾക്കൊരാവശ്യമായിട്ട് ബെവർലി ഹിൽസിലേക്ക് തിരിച്ചു പോകുന്നു. ബെവർലി ഹിൽസിലാണ് ആക്ച്വലി ഒരു ആക്സിൽ ഫോളി എന്ന് പറയുന്ന ക്യാരക്ടർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടേക്ക് തിരിച്ചു ചെല്ലുന്നതും അവിടെ നടക്കുന്ന കുറേ സംഭവങ്ങളും അവിടെ കുറേ ഡ്രഗ് ഡീലേഴ്സുമായിട്ടുള്ള ഡീലിങ്സും അല്ലെങ്കിൽ ഒരു ഡ്രഗ് കാർട്ടലിന് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ എങ്ങനെ നേരിടുന്നു. അപ്പം ഇവരുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് തന്നെ ഇൻസൈഡിൽ തന്നെ കുറേ ആളുകളുണ്ട് ഈ ഒരു കാർട്ടലുമായിട്ട്. ഇപ്പം നോക്കുകയാണെങ്കിൽ നമ്മളുടെ മറ്റേ ബാഡ് ബോയ്സിൻ്റെ അവസാനത്തെ പാർട്ടിലെ ഏകദേശം അതേപോലെയൊക്കെ തോന്നിക്കുന്നൊരു സ്റ്റോറിയാണ് ഇതിൻ്റെത്. ഏകദേശം നല്ല, എനിക്ക് തോന്നുന്നു ഒരു ഡിക്റ്റോ സ്റ്റോറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മറ്റേത് കുറച്ചുകൂടെ കളർഫുൾ, കുറച്ചുകൂടെ നല്ലതായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞത് കണ്ടിട്ട് നമ്മൾ ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് ചില മൈന്യൂട്ട് സാധനങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഏകദേശം ബാഡ് ബോയ്സ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട്, അല്ലാതെ ബോറിംഗ് ആണെന്നല്ല പറയുന്നത്. സ്റ്റോറി വൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശമൊക്കെ ഉണ്ട്, അതേപോലെ അല്ലെന്നല്ല, ഓക്കെ ആ സാധനമാണ് പറഞ്ഞു വരുന്നത്. അപ്പം ആ ഒരു ആക്സിൽ ഫോളി എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ സെൻഡ് ഓഫ് കൊടുക്കാൻ വേണ്ടി ഒരു സിനിമ എടുക്കില്ല നമ്മൾ. ആ ഒരു ക്യാരക്ടറിൻ്റെ ഫെയർവെൽ കൊടുക്കുക, ഇത്രയും നാളുകൊണ്ട് ആ ഒരു ക്യാരക്ടർ ചെയ്യുന്നു, അപ്പോൾ ഒരു ക്യാരക്ടറിൻ്റെ ഫെയർവെൽ കൊടുക്കുക, ഹാപ്പി എൻഡിങ് കൊടുക്കുക, അങ്ങനെ എടുത്തൊരു സിനിമ. ഇതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര ഹിറ്റായിരുന്നു അന്നത്തെ. അത് ഇപ്പോഴും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമ്മൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്, നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് അതിനത്. ഒരു പക്കാ കോമഡി ആക്ഷൻ സിനിമ നമ്മൾ എങ്ങനെയാണോ കാണുന്നത് ആ ഒരു ഫീലോടുകൂടി ഒരു സിനിമയെ കാണാനുള്ളത്. അതായത് പ്രത്യേകിച്ച് എത്ര വില്ലന്മാർ വന്നാലും നമുക്ക് ഒരു പേടിയില്ലാത്തൊരു പോലീസുകാരൻ, അതായത് ഓർഡേഴ്സ് ഒന്നും കീപ്പ് ചെയ്യാതെ സ്വന്തം സ്ട്രൈറ്റ് വേയിൽ പോകുന്നു, എന്നിട്ട് വില്ലന്മാരെല്ലാം പിടിക്കുന്നു, ആ ഒരു ടൈപ്പ് ഓഫ് സാധനം. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതിനകത്ത് കുറേ കിടിലൻ സീനുകൾ, ഒരു ഹെലികോപ്റ്റർ സീനൊക്കെ ഉണ്ട്, അത് ഭയങ്കര രസകരമായിട്ടുള്ള കുറേ സീനുകളൊക്കെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഇതിനകത്ത് ഫ്രണ്ട്ഷിപ്പ്, അതായത് ഇവരുടെ പഴയ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളൊക്കെ തിരിച്ച് വേറെ ഒരു ഫ്രണ്ട്സ് ഗ്യാങ് ഒക്കെ ഉണ്ട്, അവരൊക്കെ തിരിച്ചു വന്ന് ഫൈറ്റ് ചെയ്യുന്നതും, അത് പിന്നെ ഫാദർ ഡോട്ടർ റിലേഷൻഷിപ്പൊക്കെ കാണിക്കുന്നതും, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഞാൻ സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാഡ് ബോയ്സ് ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ബാഡ് ബോയ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയാമല്ലേ. അപ്പം ഈ ഒരു സിനിമയെ പറ്റിയിട്ട് വേറെ പറയുകയാണെങ്കിൽ ഇതിനകത്ത് ആക്ഷൻ സീക്വൻസുകളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ ചെയ്തു. ഇതിൻ്റെ ഫസ്റ്റിൽ ഒരു സീനുണ്ട്, ഭയങ്കര രസകരമായിട്ടുള്ള സീനാണ്, അതായത് ഒരു ചേസിങ് സീനുണ്ട്. അത് ഭയങ്കര, നമ്മൾ ബാഡ് ബോയ്സിൽ ഒരു ടൈപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് വേറൊരു ടൈപ്പിലാണ് ചെയ്തേക്കുന്നത്. കുറച്ചും കൂടെ ആ ഒരു നിങ്ങൾ ബെവർലി ഹിൽസ് കോപ്പ് എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മനസ്സിലാവും ഒരു ക്യാരക്ടർ, ആക്സിൽ ഫോളി എന്ന് പറയുന്ന ക്യാരക്ടർ എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളത്. അവർ എക്സാക്ട് സാധനം തന്നെയാണ് ഇതിനകത്തും ചെയ്തിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ടതായിട്ട് ഇതിനകത്ത് പ്രത്യേകിച്ച് ക്യാരക്ടേഴ്സിനൊന്നും അങ്ങനെ എടുത്തു പറയാനായിട്ടൊന്നുമില്ല. ഇത് ആ ഒരു ആക്സിൽ ഫോളി എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഫോക്കസ് ചെയ്തിട്ട് പുള്ളിയുടെ പെർസ്പെക്റ്റീവിൽ പോകുന്നു, പുള്ളി മകളെ രക്ഷിക്കാനായിട്ട് പോകുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത്. പക്ഷെ മകൾക്ക് പ്രൊട്ടക്ഷനൊന്നും വേണ്ടെന്ന് മകൾ പറയുന്നു, പക്ഷേ പുള്ളിക്കാരൻ ഇതിൽ സ്റ്റേ ചെയ്തിട്ട് രക്ഷിക്കുന്നതും ആ ഒരു ഇൻസൈഡിലുള്ള ആരാണെന്നൊക്കെ കണ്ടുപിടിക്കുന്നതും ആ ഒരു ഡ്രഗ് കാർട്ടലിനെയൊക്കെ നശിപ്പിക്കുന്നതും ഒക്കെ ആണ് സിനിമ. ഒരു വൺ ടൈം വാച്ചബിൾ സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നെറ്റ്ഫ്ലിക്സിൽ നമ്മൾ യൂഷ്വലി കാണാറുള്ള പോലെയുള്ള ഒരു വൺ ടൈം വാച്ചബിൾ സിനിമ. ഇന്നലെ ആയിരുന്നു സിനിമ റിലീസായത്. എനിക്ക് തോന്നുന്നു ഇന്നലെ രാത്രി 12 മണിക്കാണ് ആ ഒരു സിനിമ റിലീസായത്. എന്തായാലും നിങ്ങൾ നെറ്റ്ഫ്ലിക്സിൽ പോയി കണ്ടു നോക്കുക. ഒരു നല്ല ആക്ഷൻ കോമഡി സിനിമ കാണാനുള്ളൊരു ഫീൽ ഉണ്ട് ഈ ഒരു സാധനത്തിനകത്ത്.